താലോലിക്കുന്നു. മരങ്ങൾ മലകൾക്ക് ശ്വാസമായി ജീവിക്കുന്നു. അത് ദൈവത്തിൻ്റെ നിശബ്ദമായ നിർണയം. നിഴലേ വായോ, നിഴലേ ഇനിയിപ്പോൾ ആരും പുറത്താരെങ്കിലും വരാനായിട്ട്? ആ അനിയൻ ചെക്കനാണ് അത് വന്നോണ്ടിരിക്കുന്നുണ്ട്. ആ ഇല്ല, സമയാവുന്നല്ലോ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഉച്ച കഴിയുന്ന പറഞ്ഞ കേട്ട്. ആ ശരി ശരി. ചേട്ടാ ബോഡി എപ്പോഴത്തെ? കഷ്ടമായി പോയില്ലേ പയ്യൻ്റെ കാര്യം. അതെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ. ആത്മഹത്യയുള്ള എന്ത് കാര്യമാണോ പയ്യനുണ്ടായിരുന്നത്? ഒരു പിടിയില്ല. കഴിഞ്ഞ ദിവസം കൂടെ കൂട്ടുകാരൊക്കെ നടന്ന് വർത്താനം പറഞ്ഞു പോകണം ഞാൻ കണ്ടതാ. മനുഷ്യൻ്റെ ചിന്തയല്ലേ, എപ്പോഴാണ് മാറാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒരുമിച്ചല്ലേ ജീവിക്കാൻ തീരുമാനിച്ചു. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എൻ്റെ കയ്യിൽ നിന്ന് കയ്യബദ്ധം പറ്റിയത്. സഞ്ജു നീ എന്താ ഭയങ്കര ആലോചനയുള്ള? എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാൻ. പറയട മുത്തേ, നീ എന്താ ഇത്രയും സീരിയസ്? നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാലോ. പറയടാ. എൻ്റെ വീട്ടിൽ പെണ്ണാലോചിക്കുന്നുണ്ട്. ഭയങ്കര നിർബന്ധിക്കല. പെണ്ണാലോചിക്കാൻ? എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാനെന്ത് പറയാനാ, ഭയങ്കര നിർബന്ധിക്കല. എനിക്ക് നിന്നോടുത്തേ പറ്റൂ. എടാ സഞ്ജു, നിന്റെ തലക്ക് വല്ല കുഴപ്പമുണ്ടോ? നീയല്ലേ പറഞ്ഞത് ഈ ലോകം മൊത്തം എതിർത്താലും നമ്മൾ ഒരുമിച്ച് നിൽക്കും, എനിക്ക് നീയും നിനക്ക് ഞാനെന്നൊക്കെ. എന്നിട്ട് എടാ നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ നമുക്കിവിടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. സമൂഹം നമ്മളെ വേറെ രീതിയിലാണ് കാണുന്നത്. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മുടെ സ്നേഹം ശരിയാണ്, പക്ഷെ സമൂഹം നമ്മളൊരു പരിഹാസമായിട്ടേ കാണുള്ളൂ. എടാ ഈ ലോകം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഒരാണിനൊരു പെണ്ണ്, ഒരു പെണ്ണൊരാണ്. ആ ഒരു തത്വത്തിലാണ്. എടാ നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ തെറ്റും ശരിയും തീരുമാനിക്കുന്ന ആരാ? ഈ സമൂഹമാണോ? അല്ല, ഇപ്പം എന്താ മാറി നമ്മൾ തമ്മിലുള്ള സ്നേഹം? അത് ഈ സമൂഹത്തിനെ ഭയപ്പെടുന്ന നിന്റെ മനസ്സോ? എടാ മാറി നമ്മുടെ സ്നേഹമല്ല, ഈ ലോകത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടാണ്. നമ്മുടെ സ്നേഹം സത്യസന്ധമാണ്, ഇല്ല എന്ന് പറയണില്ല. പക്ഷെ അത് സമൂഹം വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കുള്ളൂ. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. എന്നെ നഷ്ടപ്പെടുമെന്നുള്ള ഭയമല്ല നിനക്ക്, ഈ സമൂഹം എന്ത് ചിന്തിക്കും എന്നുള്ള കാണിച്ചത്. ആയിക്കോട്ടെ, എന്തെങ്കിലും കാണിക്കും. എടാ ദില്ലു, എടാ സ്നേഹം എന്ന് പറഞ്ഞാൽ പിടിച്ചു അങ്ങനെയല്ല ദില്ലു. പിന്നെ നമ്മുടെ ഹൃദയം തകർന്നാലും
നമ്മളത് വിട്ടുകൊടുക്കുക തന്നെ വേണം. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അപ്പൊ ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമല്ലോ. പറ്റും. നീ പോടാ സഞ്ജു. സഞ്ജു 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 ആരേലും സഹായിക്കണം. സഞ്ജു സഞ്ജു ആരേലും സഹായിക്കണം. സഞ്ജു സഞ്ജു എടാ നിനക്ക് കുഴപ്പമൊന്നുമില്ല. നീ എന്തിനാണ് കരയണത്? എടാ ഞാൻ അറിഞ്ഞോണ്ടല്ല, ഞാൻ നിന്നെ അതുകൊണ്ടല്ലോ. എടാ അറിയാതെ ചെയ്തല്ലേ, അത് വിട്. എന്നാലും ഞാൻ പോയപ്പോ നീ എന്നെ യാത്രയൊക്കെ വന്നില്ലല്ലോ. ഇല്ല എടാ, ഞാൻ നിന്നെ ഒരിക്കലും അങ്ങോട്ടും വിടില്ല. നമ്മളെ പിരിക്കാൻ ഞാൻ ആർക്കും പറ്റില്ല സഞ്ജു. ഞാൻ നിന്നെ ഇങ്ങോട്ട് വിടും. സഞ്ജു 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 ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നില്ല ഇതിൽ. നിനക്ക് ഞാൻ, എനിക്ക് നീ. വാ. ആക്ച്വലി എന്താ സംഭവിച്ചത്? അവന്റെ കൂട്ടുകാരൻ മരിച്ചിരുന്നു. അപ്പൊ അതിന്റെ വിഷമത്തിൽ അവൻ ആത്മഹത്യ. അവരുടേതല്ല. അപ്പോൾ നാം ആരാണ് ആ സൃഷ്ടിയുടെ സമരസതയെ എതിർക്കാൻ? നിൻ കൂടെ